ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനെ രാവിലെ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. വെളിയിൽ എന്താണ് മഴ നടക്കുകയാണ് ഗൈസ്, മഴ. അപ്പോൾ രാവിലെ എണ്ണീറ്റ് വന്നൊരു 2 മിനിറ്റ് ഇവിടോട്ടൊക്കെ ഒന്ന് ഇരുന്നു. എന്നിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു. ഇതാ നോക്കിക്കോണേ ഗൈസ്, കണ്ടോ? മഴയാണ്. എന്ന് വെച്ചാൽ മഴ. പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി. പിന്നെ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പവും മുട്ടക്കറിയും ആയിരുന്നു. അപ്പം കഴിക്കാനുള്ള സമയമായി. അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടില്ല. പിന്നെന്താണ്, അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഉച്ചയ്ക്കത്തേനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാടൻ കൊച്ചുമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി ഒന്ന് സെറ്റാക്കി തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചു. വേറെ മീൻ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ കറിയാണ് വെച്ചത്, അത് ഞാൻ വെച്ചു. പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. ഇത് നമുക്കൊന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചു. അതിനെല്ലാം എന്താ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി, ഇഞ്ചി എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞെവിടിയിടണം ഗൈസ്. അപ്പോൾ കറിവേപ്പില, പിന്നെ മാങ്ങ ഉണ്ട് കേട്ടോ, അതാണ് സ്പെഷ്യൽ. പിന്നെ അരപ്പിനകത്ത് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ടൊന്നും ശരിയായിട്ടില്ല, രാവിലെ ആയതുകൊണ്ട് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ മീനൊക്കെ കഴുകി നല്ല സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ പുളി കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പുളിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പുളിയും മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ ഞെവിടി ഒന്ന് ഇതിനകത്തോട്ട് വെച്ചൊന്ന് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പില തണ്ടോട് കൂടി തന്നെ അങ്ങ് ഇടുക കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ടോട് കൂടി തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അരപ്പെല്ലാം കൂടെ ഒക്കെ ഒന്ന് ഇട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒന്ന് നമ്മൾ കൈ വെച്ചൊന്ന് ഞെവിടി, പച്ചമുളകൊക്കെ കേട്ടോ, അതെല്ലാം കൂടെ ഒന്ന് ഞെവിടി അതിൻ്റെ മണ്ടയ്ക്കോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കൈ വെച്ചിട്ടാക്കിയാൽ ഒന്നും കൂടെ അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് അരപ്പൊക്കെ നല്ലോണം ഒന്ന് ഇട്ട് അതിനകത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ദേവി, അത് റിപ്പീറ്റ് വീണ്ടും വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. എഡിറ്റ് ചെയ്ത വഴിക്ക് പറ്റിപ്പോയതാണ്, എല്ലാ കൂട്ടുകാരും ക്ഷമിക്കണേ. പിന്നെ അത് വന്നു. അപ്പം മീൻതോരനൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് സെറ്റാക്കി നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കേട്ടോ, എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് അതിൻ്റെ തീ ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിലും, പിന്നെ അത് കഴിഞ്ഞ് തീ കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് അതൊന്ന് വെന്ത് സെറ്റാവണം. മത്തിയാണ്ട് കൂടുതൽ വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ തീ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ, നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ ആണെങ്കിൽ അപ്പോൾ മീൻതോരനൊക്കെ വെന്ത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു, ശകലം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്കാണ് കറി വെച്ചേക്കുന്നത് ഗൈസ്. തേങ്ങ അരച്ച് നല്ല തക്കാളിക്ക് കറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറുകിയ ചൂരമീൻ കറി ഉണ്ട് കേട്ടോ. ചൂരമീൻ കറി അത് ഇന്നലത്തെയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ട്, കൊച്ചുമത്തി. അതിൻ്റെ തലേ ദിവസം വെച്ച് കുറച്ച് തോരനുണ്ടായിരുന്നു, അതും ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങ തീയൽ, അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.